പ്രധാനപ്പെട്ട ഒരു പ്രതികരണമെന്നത് കാവരം സമസ്ത പിന്തുണ ഇടതുപക്ഷത്തിന് എന്ന് വ്യക്തമാക്കുന്നു. മുഴുവൻ ഇടങ്ങളിലും ഇടതുപക്ഷത്തിന് തുറന്ന പിന്തുണയാണ്. UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തോട് ശക്തമായ എതിർപ്പുണ്ട്. ഈ എതിർപ്പാണ് തീരുമാനത്തിന് പിന്നിൽ. മഞ്ചേശ്വരത്തും പാലക്കാട്ടും BJPക്കെതിരെ വിജയ സാധ്യത നോക്കി വോട്ട് ചെയ്യുന്ന കാര്യം തീരുമാനിക്കും. ജില്ലാ സോൺ യോഗങ്ങൾ വിളിച്ച് സന്ദേശം കൈമാറി തീരുമാനം വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആ വഴിയിൽ നമ്മൾ നേതൃത്വം അംഗീകരിക്കാറുമല്ല. നേതൃത്വം എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്നവരാണ്. അപ്പോഴേക്കാണ് കേരള സ്വഭാവമില്ല. കേരള പാർട്ടി കേരള സംഘടന അങ്ങനെ കേരളത്തിലെ 16 ജില്ലകളിൽ 140 മണ്ഡലങ്ങളിലും ഒരേ നയം തന്നെയാണ്. നമ്മളോട് മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, പിന്തുണയൊക്കെ പറയാനുള്ള അവസാനത്തെ ദിവസമാണ്. ഈ ദിവസമാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ പുറത്തു വരുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അടുപ്പത്തിൽ പ്രതിഷേധിച്ച് കൃത്യമായി കാന്തപുരം സമസ്ത LDFനൊപ്പം നിൽക്കുന്നു. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ശ്രീജ, ഈ BJP CPM ഡീൽ ആരോപണമൊക്കെ ഉന്നയിച്ച് UDF ശക്തമായ രീതിയിൽ മൈനോറിറ്റി, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് സമസ്ത കാന്തപുരം വിഭാഗം പ്രമുഖ സംഘടന അവർ തന്നെ ശക്തമായൊരു തീരുമാനം ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുക 140 മണ്ഡലങ്ങളിലും എന്നുള്ളതാണ് അവരുടെ പൊതു തീരുമാനം. മഞ്ചേശ്വരത്തും ഒപ്പം തന്നെ പാലക്കാടും BJPക്കെതിരെ വിജയസാധ്യത പരിശോധിക്കുമെന്നത് പറയുന്നുണ്ടെങ്കിൽ കൂടി കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒരു പൊതു തീരുമാനത്തിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. അതിനവർ വിശദീകരിക്കുന്ന കാരണങ്ങളുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം, വെൽഫെയർ പാർട്ടി ബന്ധത്തിനെതിരെ പലതവണ സുന്നി സംഘടനകൾ അതിന്റെ അപകടം UDF നേതൃത്വത്തെ പരസ്യമായും അല്ലാതെയും ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് തിരുത്താനോ അതിലൊരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറായില്ല എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വലിയ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകും. ഈ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ മുഴുവൻ ഒരു പക്ഷത്തേക്ക്, ഒരു കക്ഷിയിലേക്ക് ചുരുക്കുന്നത് അത് മറ്റു തരത്തിലുള്ള ഒരു പോളറൈസേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് അത് അപകടകരമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പിന്തുണയ്ക്കുള്ള ഒരു കാരണം ഇതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടത് സർക്കാരുമായി നല്ല ബന്ധമാണുള്ളത്. അർഹിച്ച സ്ഥാനമാനങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നു. യുനാനി മെഡിക്കൽ കോളേജിന് അവരുടെ എയ്ഡഡ് പദവി ലഭിക്കുന്നു. ആ തരത്തിൽ സർക്കാരിന്റെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. സർക്കാരുമായി അങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. അങ്ങനെ പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് പിന്തുണ എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. കാന്തപുരം പ്രധാനമന്ത്രിയെ കണ്ടതൊക്കെ വലിയ വാർത്തയായിരുന്നാണ്. പക്ഷെ പാലക്കാട് മഞ്ചേശ്വരത്തും ജയസാധ്യത നോക്കി BJPക്കെതിരെ എന്ന നിലപാട് തന്നെയാണോ? ഒരു പരിഗണനയും BJPക്ക് ഇല്ലേ? ദിവിഷ, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പിന്തുണയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാഖ്യാനത്തിനോ ഇട ഇല്ല എന്ന് കാന്തപുരം നേതാക്കൾ അക്കാലത്ത് തന്നെ പറഞ്ഞിരുന്നു. അത് ഭരണപരമായി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക്, രാജ്യത്തിന്റെ ഭരണാധികാരികൾ എന്ന നിലയിലേക്ക് അവരിൽ നിന്നും നേടിയെടുക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിച്ചത്. അല്ലാതെ അത്തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയല്ല എന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ന്യായമായും നമുക്കും ആ തരത്തിൽ തന്നെയാണ് കാണാൻ കഴിയുക.